ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണ്ണമായതും ഏറ്റവും സന്തോഷം നിറഞ്ഞതുമായ കാലം പ്രഗ്നൻസി കാലം തന്നെയാണ്. 9 മാസക്കാലം തനിച്ചല്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളിലുമെല്ലാം ഒരാൾ കൂടിയുണ്ട്. അതിനാൽ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിത രീതികളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ. ഗർഭകാലത്ത് ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ ഗർഭകാല സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പപ്പായ ആൻഡ് പൈനാപ്പിൾ. ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല, എന്നാലും മറ്റുള്ളവർ പറയുന്നത് ഇത് ഗർഭചിത്രത്തിനോ മാസം തികയാത്തതിനുള്ള പ്രസവത്തിനോ ഇടയാകുമെന്നാണ്. അതുകൊണ്ട് മാക്സിമം പൈനാപ്പിൾ, പപ്പായ കഴിക്കാതിരിക്കുക. അടുത്തതാണ് മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ. മെർക്കുറി വിഷമാണ്. സാധാരണക്കാർ പോലും മെർക്കുറിയുടെ അളവ് കൂടുതലുള്ള മത്സ്യം കഴിക്കാൻ പാടില്ല. ഗർഭിണികൾ കഴിക്കേണ്ടത് പ്രത്യേകം പറയേണ്ടല്ലോ. ടൂണ, സ്രാവ്, ഐക്കൂറ തുടങ്ങിയവയിൽ മെർക്കുറിയുടെ അളവ് ധാരാളമായുണ്ട്. ഇവ മാസത്തിൽ 2 തവണയിൽ കൂടുതൽ കഴിക്കരുത്. എന്നാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കലവറയാണ് മെർക്കുറി ഇല്ലാത്ത മറ്റു മത്സ്യങ്ങൾ. അതുകൊണ്ട് അവ ധാരാളമായി കഴിക്കാം. കഫീൻ. കോഫി, എനർജി ഡ്രിങ്ക്, സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. കൂടുതലായി കഫീൻ കുടിച്ചാൽ ഭ്രൂണ വളർച്ചയെ അത് ത്വരിതപ്പെടുത്തും. അതിൻ്റെ ഫലമായി കുഞ്ഞിന് തൂക്കം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ് മിക്കതും മൈദയിലാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ പ്രിസർവേറ്റീവ് ചെയ്താണ് വരുന്നത്. പിസ്സ, ബർഗർ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിൽ കൂടുതലായി അജിനോമോട്ടോ എന്ന രാസവസ്തു ചേർക്കുന്നുണ്ട്. അതിനാൽ അത് ഹെൽത്തിന് നല്ലതല്ല. അടുത്തതാണ് മദ്യം. മദ്യം കഴിക്കുന്നത് ആൽക്കഹോൾ അബ്സോർപ്ഷന് ഇടയാകും. കൂടാതെ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തെ തന്നെ ബാധിക്കും. അടുത്തതാണ് മയോണൈസ്. മയോണൈസിൽ പച്ചമുട്ട അടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായേക്കാം. ഛർദി, ഓക്കാനം, വയറുവേദന, പനി എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ സിംറ്റംസ്. അപൂർവമായി ഇത് നേരത്തെയുള്ള പ്രസവത്തിന് ഇടയാകും. അടുത്തായി മുന്തിരി ഗർഭകാലത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം. കറുത്ത മുന്തിരി ദഹിക്കാൻ പ്രയാസമുള്ളതാണ്. ഗർഭകാലത്ത് ദഹനാവസ്ഥ പൊതുവേ ദുർബലമായിരിക്കും. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളും ഉണ്ടാകും. പുളിപ്പുള്ള മുന്തിരി അസിഡിറ്റിക്ക് കാരണമാകും. ഗർഭകാലത്ത് നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും പതിവാണ്. ഇതിൻ്റെ ഇടയിൽ മുന്തിരി കൂടെ കഴിച്ചാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. മുന്തിരി പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട എന്നല്ല പറയുന്നത്, ഒരു അളവ് വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.